ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മെയ് മാസത്തിലെ 2-ാം ഞായറാഴ്ച ലോകമെമ്പാടുമുള്ള അമ്മമാർക്കായി സമർപ്പിക്കപ്പെട്ട ദിനം. അമ്മ എന്ന വികാരത്തെ നെഞ്ചോട് ചേർക്കുന്ന സുദിനം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പരിശുദ്ധവും അമൂല്യവുമായ ബന്ധമാണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചും സഹിച്ചും വളർത്തിയ സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയായ അമ്മമാരെ ഓർക്കുന്നതിനും അവരുടെ ജീവിതത്തിന് നന്ദി പറയുവാനും ലഭിച്ച പ്രത്യേക ദിനമായിട്ടാണ് മദേഴ്സ് ഡേ ആഘോഷിക്കുന്നത്. ഈ ഒരവസരത്തിൽ എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ. അമ്മ എന്ന വാക്കിന് 2 അക്ഷരമാണ് ഉള്ളതെങ്കിലും അതിനുള്ള അർത്ഥം അവർണ്ണനീയമാണ്. നമ്മുടെ ജനനത്തിന് മുമ്പ് തന്നെ നമ്മെ സ്നേഹിക്കുകയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവളാണ് അമ്മ. ഒരു കുഞ്ഞ് ഈ ലോകത്ത് ആദ്യമായി കാണുന്നത് അമ്മയുടെ മുഖമാണ്. അമ്മയുടെ കൈകൾ നമുക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരിടം കൂടിയാണ്. പകരം ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുവാനും ത്യാഗം ചെയ്യുവാനും കഴിയുന്ന വ്യക്തി കൂടിയാണ് അമ്മ. നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം നൽകുന്നത് മുതൽ തളരുമ്പോൾ കരുത്ത് നൽകുന്നത് വരെ അമ്മയുടെ സാന്നിധ്യം എത്ര മഹത്വകരമാണ്. അത് ചിലപ്പോൾ വാക്കുകളിലാകാം, ചില ചേർത്തുപിടിക്കലുകളുമാകാം. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവം തന്റെ സ്നേഹത്തെ ഉപമിപ്പിക്കാൻ തെരഞ്ഞെടുത്തത് ഒരമ്മയുടെ ഹൃദയത്തെയാണ്. നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ആ സൃഷ്ടിക്ക് രൂപവും ജീവനും നൽകാൻ ദൈവം തെരഞ്ഞെടുത്ത ഇടമാണ് അമ്മ. സ്വന്തം വിശപ്പിനേക്കാൾ മക്കളുടെ വയറു നിറഞ്ഞോ എന്ന് നോക്കുന്ന, സ്വന്തം ഉറക്കത്തേക്കാൾ മക്കളുടെ സ്വപ്നങ്ങൾക്ക് കാവലിരിക്കുന്ന ആ അമ്മയുടെ സ്നേഹം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ദൈവം എല്ലായിടത്തും എത്താൻ കഴിയാത്തത് കൊണ്ടാണ് അമ്മയെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ദൈവത്തിന്റെ പ്രതിരൂപമാണ് അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാകാം അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയുടെ സ്നേഹത്തിന് ഉപമയില്ല. അതൊരു സമുദ്രം പോലെ ആഴമുള്ളതും ആകാശം പോലെ വ്യാപൃതവുമാണ്. അമ്മ മക്കൾക്ക് വേണ്ടി തൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് അവരുടെ വളർച്ചയിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഓരോ അമ്മയും. നമ്മുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്നതിനോടൊപ്പം തന്നെ പരാജയങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. കേവലം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ അമ്മമാരോടുള്ള കടപ്പാട്. ജീവിതകാലം മുഴുവനും അവരെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും നമുക്ക് കഴിയണം. വീടിന്റെ വിളക്കായി, കുടുംബത്തിന്റെ നെടുംതൂണായി നിന്ന് അവർ ചെയ്യുന്ന ത്യാഗങ്ങൾക്ക് പകരം നൽകാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും അവർ കുടുംബത്തെ മനോഹരമാക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഉയർച്ചയുടെ പിന്നിലും അമ്മയുടെ പ്രാർത്ഥന ഉണ്ടെന്നുള്ള സത്യം നാം മറന്നു പോകരുത്. അമ്മയെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്കൊരു പ്രത്യേക ദിനം ആവശ്യമില്ല എങ്കിലും ഈ ദിനം ആ മഹാസ്നേഹത്തിന്റെ ആഴത്തെ തിരിച്ചറിയുവാനും ആ സ്നേഹത്തിന് തടസ്സമായി എന്നിലുള്ള വീഴ്ചകളെ സ്വയം ശോധന ചെയ്യുവാനുമുള്ള അവസരമായി തീരട്ടെ ഈ ദിനം. ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ അധ്യാപിക അമ്മയാണ്. വാക്കുകൾ ഉച്ചരിക്കാൻ പഠിപ്പിക്കുന്നത് മുതൽ ജീവിതത്തിലെ ശരിതെറ്റുകൾ തിരിച്ചറിയാൻ പ്രാപ്തനാക്കുന്നത്, മൂല്യമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നതിൽ, സഹോദര ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കി വളർത്തിയെടുക്കുന്നതിലും ഒരു അമ്മയുടെ പങ്ക് വളരെ വലുതാണ്. ആരെല്ലാം നമ്മെ കൈവിട്ടാലും വാതിലുകൾ അടയ്ക്കാതെ നമുക്കായി കാത്തിരിക്കുന്ന ഒരിടം അത് അമ്മയുടെ ഹൃദയം മാത്രമാണ്. നാം എത്ര തന്നെ വളർന്നാലും ഏതെല്ലാം പൊസിഷനിലായാലും അമ്മയുടെ മുന്നിൽ നാം എപ്പോഴും ആ പഴയ കുട്ടികളാണ്. എന്നാൽ അമ്മയുടെ വേദനാജനകമായ ജീവിതം മൂലം പലപ്പോഴും അവരുടെ സ്നേഹത്തെ പ്രകടിപ്പിച്ചെന്നു വരില്ല. അത് മനസ്സിലാക്കുവാൻ ഓരോ മക്കൾക്കും കഴിയണം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖ സൗകര്യങ്ങൾക്കും പിന്നിൽ നമ്മുടെ അമ്മമാരുടെ വിയർപ്പും ത്യാഗവും ഉണ്ടെന്നുള്ളത് മറന്നു കളയരുത്. ആ ത്യാഗങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. വിശ്വസാഹിത്യകാരനായ മാക്സിം ഗോർക്കി പറഞ്ഞത് ഇപ്രകാരമാണ്: ലോകത്തിലെ സകല സൗന്ദര്യവും ഉദിച്ചിരിക്കുന്നത് സൂര്യരശ്മികളിൽ നിന്നുമാണ്. എന്നാൽ ജീവിതത്തിലെ സകല നന്മകളും ഉദിച്ചിരിക്കുന്നത് അമ്മയിൽ നിന്ന് മാത്രമാണ്.
ചിലപ്പോഴെങ്കിലും അമ്മമാർ ചെയ്യുന്ന ത്യാഗങ്ങൾ ആരും കാണുന്നില്ല എന്ന് അവർ ചിന്തിച്ചേക്കാം. അദൃശ്യനായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണുനീരും കാണുന്നുണ്ട്. നിങ്ങളുടെ കൈകൾ കൂപ്പി മക്കൾക്കായി നടത്തുന്ന ഓരോ പ്രാർത്ഥനയും സ്വർഗത്തിൽ കേൾക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഫലമാണ് മക്കൾ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. പലപ്പോഴും അമ്മമാരുടെ വില അറിയുന്നത് അവർ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് അമ്മയുടെ സാമീപ്യവും. അമ്മ നമ്മിൽ നിന്ന് അകന്നു പോയിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. കൂടെ ഉള്ളപ്പോൾ അവരെ സ്നേഹിക്കുവാനും അവരുടെ സ്നേഹം മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് മദേഴ്സ് ഡേ ആയി മാറുന്നത്. ഇതോടൊപ്പം തന്നെ മാതൃദിനത്തിന്റെ ചരിത്രം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് കരുതുന്നു. അമ്മ മകൾ ബന്ധത്തിൽ നിന്നുമാണ് മദേഴ്സ് ഡേ രൂപപ്പെട്ടത്. മാതൃദിനത്തിന്റെ ചരിത്രം വളരെ കൗതുകവും വൈകാരികവുമാണ്. 1850കളിൽ അമേരിക്കയിൽ ആൻ റീവിസ് ജാർവിസ് എന്ന സ്ത്രീ മദേഴ്സ് ഡേ വർക്ക് ക്ലബ്ബുകൾ ആരംഭിച്ചു. കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചും ശുചിത്വത്തിനെക്കുറിച്ചും അമ്മമാരെ ബോധവൽക്കരിക്കുകയായിരുന്നു ലക്ഷ്യം. അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുവാനും സമാധാനം നിലനിർത്തുവാനും ഈ ക്ലബ്ബുകൾ വളരെയേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. ആൻ റീവിസ് ജാർവിസിന്റെ മകളായ അന്ന ജാർവിസ് ആണ് മാതൃദിനത്തിന്റെ യഥാർത്ഥ ശില്പി. 1905 തന്റെ അമ്മ മരിച്ചപ്പോൾ അമ്മമാരുടെ ത്യാഗങ്ങളെ ആദരിക്കുവാൻ ഒരു പ്രത്യേക ദിവസം വേണമെന്ന് അന്ന ആഗ്രഹിച്ചു. 1908 വെസ്റ്റ് വെർജീനിയയിലെ ഒരു പള്ളിയിൽ അവർ തന്റെ അമ്മയുടെ സ്മരണയ്ക്കായി ആദ്യമായി മാതൃദിന ചടങ്ങുകൾ നടത്തി. അന്ന ജാർവിസിന്റെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായി 1914 അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ച ഔദ്യോഗികമായി മാതൃദിനമായി പ്രഖ്യാപിച്ചു. അതോടെയാണ് ലോകമെമ്പാടും ഈ ദിവസം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. മാതൃദിനം ഇത്ര വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാൻ 2 സാഹചര്യമാണുള്ളത്. കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി അമ്മമാർ ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനങ്ങളെ ഒരു ദിവസമെങ്കിലും പ്രത്യേകം സ്മരിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. രണ്ടാമത്, ചിതറിപ്പോകുന്ന കുടുംബ ബന്ധങ്ങളെ ഒന്നിപ്പിക്കുവാനും അമ്മയോടുള്ള കടമകൾ ഓർമ്മിപ്പിക്കുവാനും ഇത്തരം ഒരു ദിവസം സഹായിക്കുമെന്ന് ജനം തിരിച്ചറിഞ്ഞു എന്നതാണ് മറ്റൊരു കൗതുകമായ വസ്തുത. മാതൃദിനം പിന്നീട് വലിയ രീതിയിൽ വാണിജ്യവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിനെതിരെയും അന്ന ജാർവിസ് രംഗത്തു വന്നു. അമ്മമാരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നതിനു പകരം പണം ചിലവാക്കി ആഘോഷിക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ലായിരുന്നു. ഇന്ന് ഓരോ രാജ്യത്തും വ്യത്യസ്ത ദിവസങ്ങളിലാണെങ്കിലും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനം ആഘോഷിക്കുന്നത്. മാതൃദിനം വർഷത്തിൽ മാത്രം ആഘോഷിക്കേണ്ടതല്ല. ദിനംതോറും അവരുടെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയണം. അവരോടൊപ്പം ചെലവഴിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാതെ സന്തോഷിക്കുന്നതിനും സംസാരിക്കുന്നതിനും ചേർത്തു പിടിക്കുന്നതിനും പരിഗണന കൊടുക്കുന്നതിനും ഓരോ മക്കൾക്കും സാധിക്കണം. നമുക്ക് അവരോടുള്ള സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുക്കാതെ പ്രവൃത്തികളിലൂടെ ആക്കണം. മാതൃദേവോ ഭവ, അമ്മയെ ദൈവമായി കാണുക. എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി മാതൃദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.